ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 17. പരസ്പരം സഹായിക്കുക. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. അത്ര മുൻനിരയിലല്ലാത്ത സ്കൂളിൽ നിന്നുള്ള ക്രിക്കറ്റ് ടീം ക്രിക്കറ്റ് സോണൽ ടൂർണമെൻറ്റിനായി കളത്തിലിറങ്ങിയപ്പോൾ കാഴ്ചക്കാരായ ആരാധകർ വിജയസാധ്യതയില്ലാത്ത ആ ടീമിനായി ആർപ്പു വിളിച്ചു. ആദ്യ ഊഴത്തിൽ തന്നെ ഈ ടീം പുറത്താകുമെന്ന് ഏവരും പ്രതീക്ഷിച്ചെങ്കിലും അവരത് തരണം ചെയ്തു. തങ്ങളോടൊപ്പം ഒരു വാദ്യസംഘം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരുടെ വിദ്യാലയത്തിൻ്റെ ഗാനം കാഴ്ചക്കാരുടെ ഇടയിൽ നിന്നും മുഴങ്ങിക്കേട്ടു. വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എതിർ സംഘത്തിൻ്റെ വാദ്യസംഘം മത്സരത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് എതിരാളിയുടെ സ്കൂൾ ഗാനം പഠിച്ചെടുത്തു. ആ ബാൻഡിന് അവർക്കറിയാവുന്ന ഗാനങ്ങൾ ചെയ്താൽ മതിയായിരുന്നുവെങ്കിൽ പോലും മറ്റൊരു സ്കൂളിനെയും മറ്റൊരു ടീമിനെയും സഹായിക്കാനായി അവർ ഗാനം പഠിക്കാൻ തീരുമാനിച്ചു. ഈ ബാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ ഫിലിപ്പിയ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന ഐക്യമത്യത്തെ പ്രതീകരിക്കപ്പെടുന്നതായി കാണാം. ഫിലിപ്പിയയിലെ ആദിമസഭയോട് ഇന്നും നമ്മളോടും ഐക്യമത്യത്തിൽ അഥവാ ഏക മനസ്സുള്ളവരായി ജീവിക്കാൻ, പ്രത്യേകിച്ചും അവർ ക്രിസ്തുവിൽ ഏകീകൃതരായിരുന്നാൽ പൗലോസ് പറഞ്ഞു. ഇത് ചെയ്യുന്നതിനായി സ്വാർത്ഥ അഭിലാഷങ്ങൾ ഉപേക്ഷിച്ചു സ്വന്തം താൽപ്പര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ അപ്പോസ്തലൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. നമ്മേക്കാൾ മറ്റുള്ളവരെ വിലമതിക്കുന്നത് സ്വാഭാവികമായി സംഭവിക്കണമെന്നില്ല. എന്നാൽ അപ്രകാരമാണ് നമുക്ക് ക്രിസ്തുവിനെ അനുകരിക്കാൻ സാധിക്കുക. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ എന്ന് പൗലോസ് എഴുതി. നമ്മിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം താഴ്മയോടെ മറ്റുള്ളവൻ്റെ ഗുണം നോക്കുന്നതാണ് ശ്രേഷ്ഠം. നമുക്കെങ്ങനെ മറ്റുള്ളവരെ പിന്തുണയ്ക്കാൻ കഴിയും? അവരുടെ പോരാട്ട ഗാനങ്ങൾ പഠിക്കുകയോ അവർക്കാവശ്യമുള്ളത് നൽകുകയോ എന്തുമായിക്കൊള്ളട്ടെ, അവ ചെയ്തതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിക്കുന്നതിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ചിന്തിക്കുക, ഇന്ന് നിങ്ങൾക്ക് ആരുടെ താല്പര്യങ്ങൾ നോക്കാനാകും? മറ്റുള്ളവരെ കരുതുന്നത് എങ്ങനെയാണ് ഐക്യമത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? ദൈവത്തിന് മഹത്വം.